ഇവിടെയാണ് മാരകമായ രോഗം കടന്നു വരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് ആ ചികിത്സാ പദ്ധതി ഉണ്ട്. ഇവിടെ ജനസമ്പർക്ക പരിപാടി നിങ്ങൾ പറഞ്ഞു കാണത്തില്ല. ആ ജനസമ്പർക്ക പരിപാടിയിൽ കിട്ടിയ എല്ലാ ജില്ലകളിലും പോയി പാവപ്പെട്ട ആളുകള് അവരെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകള് ഇതിനൊക്കെ പരിഹാരം കണ്ടുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. ആ ഒരു പൊതുപ്രവർത്തനം നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും അല്ലാതെ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. എന്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമായിരിക്കും, അല്ലാതെ പാർട്ടി വളർത്താൻ മാത്രമായുള്ള ഒരു പ്രവർത്തനം. അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ജോലി കൊടുക്കുക, എല്ലാവർക്കും വീട് കൊടുക്കുക, എല്ലാവർക്കും തൊഴിൽ കൊടുക്കുക, ഇതൊന്നും ഒരു ഗവൺമെന്റുകൾക്കും ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. ആ സമയത്താണ് ഷിനോജിനെ പോലെയും ശ്രീജിയെ പോലെയും ഒക്കെ ഉള്ള നല്ല മനസ്സുള്ള പ്രവാസികളും ഈ നാടിന്റെ വികസനം കാംക്ഷിക്കുന്ന ആളുകളും തങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു നല്ല സംഘടനയിൽ കൂടി ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ കൾച്ചറൽ ഫോറം എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള സംഘടനകളും സന്നദ്ധ സംഘടനകളും നാടിന്റെ വികസനങ്ങളും നാട്ടിലെ ജനങ്ങളുടെ പുരോഗതിയിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൈത്താങ്, അതാണ് ഇവിടെ ഇതിന് പേരിട്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കരുതൽ എന്നാണ് ആ പേര്. കരുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങളെ ചേർത്ത് പിടിക്കുക, നിങ്ങളുടെ ബുദ്ധിമുട്ടിൽ, നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിങ്ങളോടൊപ്പം നിൽക്കുക, അതാണ് കരുതൽ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം കൊണ്ട് ഞങ്ങാതിരും ചേട്ടനും മറ്റുള്ള ഇതിന്റെ സംഘാടകരും ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന ആ പുണ്യകർമ്മങ്ങൾ അത് കൃത്യമായി അർഹതയുള്ള ആളുകളുടെ കൈകളിൽ തന്നെ അത് എത്തുന്നുണ്ട് എന്ന് നോക്കുവാനും അതിന്റെ സൂക്ഷിപ്പുകാരായി നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ചെയ്യുവാനും ഇതിന്റെ സംഘാടകർക്ക് കഴിയണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ നടത്തുന്നുവെങ്കിലും ഇതുപോലെയുള്ള നിരവധി ആളുകളുടെ സഹായ ഹസ്തങ്ങളിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരു പണം നമ്മൾ ചെലവഴിക്കുമ്പോൾ അത് കിട്ടുന്ന ആൾ മഹാത്മാഗാന്ധി കൊണ്ട് പറഞ്ഞതുപോലെ താഴെ തട്ടിലേക്ക് ഒരു 100 രൂപയുടെ ചെലവ് നമ്മൾ കൊടുക്കുമ്പോൾ താഴെ തട്ടിലുള്ള എല്ലാ പാവങ്ങൾക്കും അത് ലഭിക്കണം എന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞിട്ടുള്ളതുപോലെ ആ സാധുക്കളുടെ കൈകളിൽ തന്നെയാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുടെ കൈകളിൽ തന്നെയാണ് അത് ലഭിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടി പ്രവർത്തിക്കണം എന്ന് വിനയത്തോടുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് തീർച്ചയായും ചെയ്യും എന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഉമ്മൻചാണ്ടി കാണിച്ചു തന്ന ഒരു വലിയ പാത നമ്മുടെ മുമ്പിലുണ്ട്. ആ പാത എന്ന് പറയുന്നത് കരുതലിന്റെ, ചേർത്തു നിർത്തലിന്റെ, അല്ലെങ്കിൽ സാധുക്കളെ സഹായിക്കുന്നതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം നമുക്കെല്ലാം അറിയാം. ആ മഹാനായ മനുഷ്യനെ നമ്മൾ മാതൃകയാക്കി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്ത് സാമ്പത്തികമായും അല്ലെങ്കിൽ മറ്റെല്ലാ പുരോഗതികളും ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യമാണ് ഇന്ദിരാഗാന്ധി മുഴക്കിയത്. എന്താണ് അർത്ഥം? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതായത് ഇന്ദിരാഗാന്ധിയുടെ മുദ്രാവാക്യം ഗരീബി ഹടാവോ. ആ മുദ്രാവാക്യം ഉയർത്തിയ ഇന്ദിരാ പ്രിയദർശിനി, ആ പ്രിയദർശിനിയുടെ നാമധേയമുള്ള ഒരു കൾച്ചറൽ ഫോറം എന്ന രീതിയിൽ നിങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സാധുക്കളുടെ പക്കടി മാറ്റുന്നതോടൊപ്പം നമുക്കൊരു ലക്ഷ്യം കൂടിയുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് സാധാരണക്കാരായ ഇവിടെയുള്ള വിദ്യാർത്ഥികളെ അവരെ മുന്നണിയിലേക്ക് കൊണ്ടുവരിക, അവർക്ക് സാമ്പത്തികമായി എല്ലാ സഹായവും. കാരണം വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു സമൂഹം പലപ്പോഴും സതീഷ് സാറെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മഹാനായ അയ്യങ്കാളി അദ്ദേഹത്തെ കാണുവാൻ രാഷ്ട്രപിതാവ് കേരളത്തിൽ വന്നു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, മഹാനായ അയ്യങ്കാളിയോട് ചോദിച്ചു, താങ്കൾക്ക് എന്താണ് എന്റെ സഹായം വേണ്ടത്? അയ്യങ്കാളി എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത്, എനിക്ക് കുറച്ച് പണം വേണം ഞങ്ങളുടെ സമുദായത്തെ രക്ഷിക്കാൻ എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എന്റെ സമുദായത്തിലുള്ള 10 BA-ക്കാരെ കണ്ടിട്ടൊന്ന് മരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസം നേടിക്കൊടുക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രയത്നിക്കുന്നത് എന്നാണ് മഹാനായ അയ്യങ്കാളി പറഞ്ഞത്. ആ ഒരു ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുവാനുള്ള ശ്രീനാരായണ ഗുരുദേവൻ വിദ്യ കൊണ്ട് നിങ്ങൾ ഉന്നതിയിലേക്ക് എത്തുക, സംഘടിക്കുക എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവന്റെ നാടായ നമ്മുടെ നാട്ടിൽ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതിഗംഭീരമായ മുന്നേറ്റം ഉണ്ടാക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ നമ്മൾക്ക് ഈ കരുതലും കാരുണ്യ സ്പർശനവും ഇടയാകട്ടെ എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു.
ഇവിടെ 6 മണിക്ക് തന്നെ യോഗം അവസാനിപ്പിക്കേണ്ടതുള്ളതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ പുണ്യകർമ്മത്തിൽ പങ്കെടുക്കുവാനും നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുവാനും നിങ്ങളുടെ എല്ലാവരുടെയും നല്ല കാര്യങ്ങൾ. ഇപ്പോ ഷിബു കാലിക്കൽ എനിക്കറിയാം, എല്ലാ വർഷവും അവിടെ വരുമ്പോൾ കുട്ടികൾക്ക് വർണ്ണാഭൂർണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന നല്ലൊരു മനസ്സ്. നമ്മുടെ സാരിയിലാലും അറിഞ്ഞും അറിയാതെയും ഒരുപാട് പേരെ സാമ്പത്തികമായി സഹായിക്കുന്ന ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമ. എനിക്കറിയാവുന്ന ആളുകളുടെ കാര്യം എല്ലാവരും ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള അനേകം ആളുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിലൂടെ തന്നെയുണ്ട്. അവരുടെയൊക്കെ മാതൃക, അവരൊക്കെ ചെയ്യുന്ന കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ, സാമ്പത്തിക സഹായം നമുക്ക് സഹായിക്കാൻ കഴിയില്ലെങ്കിൽ ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹമുള്ള ആളുകളെ കണ്ടെത്തി അവരിൽ നിന്നും ആ പണം സാമൂഹിക കൈകളിലേക്ക് എത്തിക്കുവാനുള്ള ഇടനിലക്കാരായി എങ്കിലും മാറുവാൻ നമുക്ക് കഴിയുമാറാകണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. യൂത്ത് കോൺഗ്രസും KSUവും പോഷക സംഘടനകളും എല്ലാം ഈ പ്രദേശത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നമ്മുടെ തോമസ് വർഗീസ്, നമ്മുടെ ബൂത്ത് പ്രസിഡന്റ് ബിജു, അവരെല്ലാം എത്രയോ നാളായി ഇവിടെ ഈ പ്രദേശത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം സഹായങ്ങൾ ചെയ്യുന്നു. അതൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളുകളാണ്, ബൂത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പൊ അവരെല്ലാം ചെയ്യുന്നത് കോൺഗ്രസിന് ഗുണമുണ്ടാകുക എന്നുള്ളതിനേക്കാൾ ഉപരി ഈ നാട്ടിലെ സാധാരണക്കാരുടെ ഗുണമുണ്ടാകുക എന്നുള്ള കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനത്തിൽ കൂടുതൽ ശക്തി പകരുവാൻ എങ്ങാതെ ചേട്ടൻ കഴിയട്ടെ. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സോണി ഗംഗാധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കട്ടെ. അവരെ സഹായിക്കുവാൻ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സർവ്വവിധമായ മംഗളങ്ങളും വിജയങ്ങളും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നൽകിക്കൊണ്ട് ഒരു പൊതുപ്രവർത്തക നിലയിൽ എപ്പോൾ വിളിച്ചാലും നിങ്ങളോടൊപ്പം ഈ കാര്യങ്ങളെല്ലാം പങ്കാളിയാകുവാൻ ഞാനും ഉണ്ടാകും എന്ന് ഉറപ്പു നൽകിക്കൊണ്ട് വാർത്ത അവസാനിപ്പിക്കട്ടെ. ജയ് ഹിന്ദ്, ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.